എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫീഡിങ് ട്രേ എങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മൾ മേടിച്ച പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ. ഇത് ഒരു പീസിന് വന്ന് 25 ഉറുപ്പ്യാണ്. അപ്പോൾ നമ്മൾ ഒരു 9 പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 3 ലൈനാണ് വരുന്നത്. അപ്പോൾ 2 ലൈനിലായിട്ട് നമ്മൾ കട്ട് ചെയ്യണം. കത്തി ചൂടാക്കിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യേണ്ടത്. അത് മുറിക്കാൻ വേണ്ടിയിട്ട് മെഴുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാനേ. അപ്പോൾ നമ്മൾ കത്തി ഒന്ന് ചൂടാക്കി എടുക്കാറുണ്ട്. നമ്മളൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ആ ലൈൻ കണ്ണെടുത്ത് ഒന്ന് കട്ട് ചെയ്യണം. 3 ലൈനല്ലത്. അപ്പോൾ നമ്മൾ 2 ലൈനായിട്ട് ഒന്ന് കട്ട് ചെയ്യാണ്ട് നമ്മൾ 3 ഭാഗത്തായിട്ടാണ് കട്ട് ചെയ്യണത്. ഇത് നമ്മൾ ഉണ്ടാക്കണ വെച്ചാൽ ഗപ്പീസിന് തീറ്റ കൊടുക്കാനാണ്. വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അപ്പോൾ നമ്മൾ ഫിഷിനുള്ള ഫുഡ് ഇങ്ങനെ കൊടുത്താൽ അവർ പാകത്തിനുള്ള കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കിയുള്ളത് അതിലുണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേസ്റ്റ് വലിച്ച് കളയാൻ പറ്റും. നമ്മൾ ആ ചൂടാക്കി എടുത്തതിൻ്റെ അവിടെ ഒന്ന് കത്രിക എടുത്തിട്ട് ഒന്ന് മിനുസാക്കി കൊടുക്കുന്നുണ്ട്. ഗപ്പീസിൻ്റെ ദേഹത്ത് മുറിയാവാതിരിക്കണേനി. അപ്പോൾ നമ്മളൊന്ന് ഇങ്ങനെ കത്രിക ഇങ്ങനെ എടുത്തിട്ട് റെഡിയാക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് കലക്കിയിട്ട് ഒന്ന് കഴുകണം, നല്ല വാഷ് ചെയ്യണം. ഇതിൽ കെമിക്കലൊക്കെ ഉണ്ടാവും. പുതിയ പാത്രമായതുകൊണ്ട് ഇതിൻ്റെ സൈഡ് എഫക്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ ഒന്ന് ആയിട്ട് നമുക്കൊന്ന് കഴുകണം. നമ്മൾ കഴിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫിഷിൻ്റെ ടാങ്കിലൊന്ന് ഇടാന്നിട്ട് ഫിഷിനൊന്ന് ഫീഡ് ചെയ്ത് നോക്കാം. ഫിഷിനൊന്ന് നമുക്ക് ഫീഡ് ചെയ്ത് നോക്കാം. ആർട്ടിമിയൻ്റെ ഫ്ലൈറ്റ്സാണ് നമ്മളൊന്ന് കൊടുത്തു നോക്കണത്. ഉപയോഗം എന്ന് പറയുന്നത് ഗപ്പീസിനുള്ള ഫുഡ് നമ്മൾ കൊടുത്താൽ അവർ കഴിച്ചതിൻ്റെ ബാക്കി അതിൽ ബാക്കി ഉണ്ടാവും. അപ്പോൾ നമുക്ക് എടുത്ത് കളയാം. അപ്പോൾ അധികം നമുക്ക് ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഫ്രിഡ്ജ് ബോക്സിലത്തെ വെള്ളം അങ്ങനെ റിമൂവ് ചെയ്താൽ മതി. ഇങ്ങനെയുള്ള ട്രേകളൊക്കെ വെച്ചാൽ ഫിഷിലെ വേസ്റ്റ് അധികം ഉണ്ടാവില്ല. പിന്നെ വെള്ളം അധികം ചീത്താവില്ല, കളറൊന്നും മാറില്ല. അപ്പോൾ നമുക്ക് ഫിഷിൻ്റെ ടാങ്കിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അധികം നമുക്കൊരു 2-3 ആഴ്ച കൂടുമ്പോൾ ഫിഷ് ടാങ്കിലെ വേസ്റ്റ് നമുക്കൊന്ന് റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.